നേന്ത്രപ്പഴവും ക്യാരറ്റും വെച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കാൻ പോണത്. സോ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് എസ്പെഷ്യലി വളരെ ഇഷ്ടപ്പെടും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ നേന്ത്രപ്പഴം. ഓക്കെ, പിന്നെ നമുക്ക് ഞാനായിട്ട് കുറച്ച് പപ്പായ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പായയുടെ കഷ്ണങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെല്ലം അല്ലെങ്കിൽ വെല്ലപ്പൊടി ഏതായാലും കുഴപ്പമില്ല. ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് നട്ട്സ്, ഏത് നട്ട്സാണ് ഉള്ളത് അത്. വരും വീഡിയോയിലേക്ക് പോവാം. നമുക്കിപ്പോൾ ക്യാരറ്റിൻ്റെ തോലൊക്കെ എടുത്ത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കോളൂ. 2 ക്യാരറ്റോ 2 പഴമൊക്കെ എടുക്കാം കേട്ടോ. ഒരു ക്യാരറ്റ് തോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതേപോലെ ഈ പപ്പായയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഇതും അധികം പഴുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ക്യാരറ്റ് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പപ്പായ ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ പഴം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യോ എണ്ണ എന്തായാലും അത് തേച്ച് കൊടുക്കുക. ബട്ടറാണെങ്കിലും കുഴപ്പമില്ല, നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മളതായ ശേഷം അതൊന്ന് വിട്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളാണ് നട്ട്സ് ഇട്ടത്, അപ്പോൾ അവളത് യഥേഷ്ടം അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ മെയിൻ നെയ്യാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. അതിലേക്ക് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് പപ്പായ ഓപ്ഷനിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. പിന്നെ അതിലേക്ക് നേന്ത്രപ്പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് മൂന്നും കൂടി ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു നാളികേരം ചരുകിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ, ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അമ്മ എന്തൊരു വാസന അറിയോ, നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കിട്ടണത്. അതിൽ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ നെയ്യാണ് മെയിൻ, ഞാൻ പറഞ്ഞുവല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 1 കപ്പ് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്, വെല്ലപ്പൊടി കേട്ടോ. നിങ്ങൾക്ക് മറ്റേ വെല്ലമാണ് ഉള്ളതെങ്കിൽ അതിനെ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെല്ലമൊക്കെ ഒന്ന് ഉരുകി വരും. ഓക്കെ, ഉരുകി വരുമ്പോൾ നമ്മൾ അടുത്തന്നെ നിന്നിട്ട് ചെയ്യണം. അതിനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പഴമൊക്കെ കുറച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് വന്നിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം മതി. ഇടയ്ക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടും. നന്നായിട്ട്, വലിയവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഇത്രയൊക്കെ നെയ്യ് ഒഴിക്കുന്നതുകൊണ്ട് വലിയവർ കുറച്ച് സൂക്ഷിച്ച് കഴിക്കുക, കുട്ടികൾ യഥേഷ്ടം കഴിക്കുക. അതുപോലെ പാനിൽ ഒട്ടിപ്പിടിക്കാത്ത ലെവലിൽ വരുമ്പോൾ എടുത്തിട്ട് നമ്മൾ ആ നെയ്യ് തേച്ച് വെച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ട പാത്രത്തിലേക്ക് അതിനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ കിട്ടും. അതായത് ഒരു സ്പൂണിൻ്റെ ബാക്കിൽ ഇത്തിരി എണ്ണയോ നെയ്യോ തേച്ചാൽ മതി. അപ്പോൾ നല്ല ഈവണായിട്ട് അത് സ്പ്രെഡായിട്ട് കിട്ടും കേട്ടോ. നല്ലോണം ഒന്ന് അതിനെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒന്ന് നല്ലോണം ഒന്ന് അമർത്തി സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ മെയിനായിട്ട് കുറച്ച് നല്ലോണം നെയ്യ് ഒഴിക്കണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് തണുത്ത ശേഷം നമ്മളതിനെ വേറൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി അതിനെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പാനിൽ നിന്ന് നന്നായിട്ട് ആ പാത്രത്തിൽ നിന്ന് അടിപൊളിയായിട്ട് വിട്ട് വരുന്നുണ്ട്. കണ്ടു, അത് കേക്ക് പോലെ ഉണ്ടോ? എനിക്കതാണ് ഒരു കൺഫ്യൂഷൻ. കേക്കാണോ ഹൽവയാണോ സ്വീറ്റാണോ എന്ന് പറയാൻ. അവസാനം ഞാൻ വിചാരിച്ചു അതിൻ്റെ സോഫ്റ്റ്നെസ്സും അതൊക്കെ കണ്ടപ്പോൾ അലുവ എന്ന് ഇടാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങൾക്ക് വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പേര് പറയണമെന്നൊന്ന് സജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.